എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിർമ്മല് നന്ദയുടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ജോലിക്കാരും മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ജോലിക്കാരിയെ കണ്ട ഉടനെ നിർമ്മല ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി തന്നെ ഉള്ളോന്ന് ചോദിക്കുക. തന്നെയല്ല, നന്ദേ നന്ദ ഡോക്ടർ മോള് അകത്തുണ്ടെന്ന് പറയണ. ഞാനതല്ലേ ചോദിച്ചാ, എപ്പോഴും കൂടെ കുരിപ്പ് കാണുമല്ലോ, അവൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാ. ഓ, ഗൗരിമോൾ അകത്തുണ്ടെന്ന് പറയണ. അല്ല ഇതെന്ത് പറ്റി, ലോറി എന്ത് ചെയ്യുന്ന ചോദിക്കണ. ലോറി ഇന്ന് ഞാൻ എടുത്തില്ല, ഞാൻ ഈ ബൈക്കുമായിട്ട് ഇങ്ങോട്ട് പോന്ന് പറയാം. ദേ ഇത് അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനമാണെന്ന് പറഞ്ഞിട്ട് കവറും കൂടെ കൊടുക്കുവാണ്. ഇതെന്താ, ഇത് കുറച്ച് മുയലിറച്ചിയാ, നല്ല വിനാഗിരിയും കുരുമുളകും ഒക്കെ ഇട്ട് പറ്റിച്ചെടുത്താൽ നല്ല രുചിയായിരിക്കും എന്ന് പറയാം. ഞാനേ മോളെ ഒന്ന് കണ്ടിട്ട് വട്ടെ. അല്ല അപ്പം ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വൈകുന്നേരത്തിന് തിരിച്ചു പോകുന്നുള്ളൂ, അത്താഴം കഴിച്ചിട്ട് പോയിക്കോളാന്ന് പറയണം. പിന്നീട് നിർമ്മല നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ചെന്ന് കഴിയുമ്പത്തേനും ഭയങ്കര ആലോചനയും ഗൗരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ആഹാ, അങ്ങനെയാണ് ഒരു പണി കൊടുക്കാം. പുറകെ നിന്ന് പോയി കണ്ണുപൊത്തിയിട്ട് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കാം. ആ മനസ്സിലായി, ലോറി അങ്കിൾ അല്ലേന്ന് ചോദിക്കുക. പിന്നീട് ചോദിച്ചു, എന്ത് പറ്റി, മുഖം എന്തായാലും വല്ലായിരിക്കണം, ഞാൻ വന്നിട്ട് ഒരു സന്തോഷം ഇല്ലോന്ന് പറയണം. ഇല്ല, എനിക്ക് സന്തോഷമില്ല. ആ എന്താ സന്തോഷമില്ലാത്ത? സന്തോഷല്ല, സന്തോഷം. അതെന്താ ഇല്ലാത്തതെന്ന് ഞാൻ ചോദിച്ചേ. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയാ. എന്തോ കാര്യമുണ്ട്. അന്നല്ലേ മോളെ ഞാൻ സന്തോഷിപ്പിക്കട്ടെ എന്ന് ചോദിക്കുക. എങ്ങനെ? അതൊക്കെയുണ്ട്, മോൾക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നെന്ന് അറിയാവോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നന്ദ വന്നു അങ്ങോട്ടേക്ക്. നിർമ്മല ഇത് എപ്പോഴാ വന്നേന്ന് ചോദിക്കുക. ഞാൻ ഇപ്പോഴും വന്നോളൂ നന്ദേച്ചി എന്ന് പറയണം. പിന്നീട് നിർമ്മല എന്ത് ചെയ്യണം, പായ്ക്കിൻ്റെ അകത്തുനിന്ന് ഒരു ഐസ്ക്രീം എടുക്കും. എങ്ങ് നോക്കിയാൽ മോൾക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. ഐസ്ക്രീം ഒന്നും കണ്ടിട്ട് ഗൗരിക്ക് ഒരു ഇതുമില്ല. ഗൗരി എനിക്ക് വേണ്ടാന്ന് പറയാം. ഓഹോ, ഇതിന് മാത്രം എന്താ സംഭവിച്ചൂടെ, എന്ത് പറ്റി, അമ്മയും മോളും തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നന്ദു. അവള് പിന്നെ ക്ലാസ്സിൽ പോയി പരിചയപ്പെട്ടെ. കഴിഞ്ഞ ദിവസം സ്പോർട്സ് മീറ്റിന് വന്നതാണ് അവന്. പക്ഷേ എങ്കിൽ അവൻ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങോട്ട് പോയി. അപ്പൊ അതിന്റെ സങ്കടമാന്ന് പറയണം. ഓ അതാണോ കാര്യം. അപ്പൊ അവനവന്റെ വീട്ടിൽ പോകണ്ടേ. അല്ല അവന്റെ വീട് എവിടെയാ? അവന്റെ വീടേ കുറെ ദൂരെയാ, തിരുവനന്തപുരത്ത് അങ്കിളെന്ന് പറയാം. ആണോ? അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? എനിക്ക് അവനെ കാണാൻ പറ്റുമോന്ന് ചോദിക്കാം. അതെങ്ങനെയാ ഇനി എപ്പോ കാണാൻ പറ്റുന്നേ? ഇനി ചിലപ്പോ അവനെ അടുത്ത വർഷം മീറ്റിന് ഒരു കാണാതിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മോളുടെ ഫ്രണ്ടിനെ കാണുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും അവൻ മോളുടെ മുന്നിൽ വരുമെന്ന് പറയണം. അങ്ങനെയാണോ അങ്കിളെ? അന്നാ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എൻ്റെ അച്ഛൻ മുന്നിൽ വരുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഉത്തരം മുട്ടിപ്പോയി നിർമ്മല എന്ത് മറുപടി പറയാനാ. അല്ല അത് പിന്നെ ഞാൻ സത്യം പറങ്ങളെ വരുവോ? ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മുന്നിലേക്ക് വരുമോ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും നന്ദയ്ക്കും ഭയങ്കര വിഷമായിപ്പോയി. പെട്ടെന്ന് തന്നെ നിർമ്മല എന്ത് ചെയ്യുകയാണ്, ഗൗരീനെ ചേർത്ത് പിടിക്കുകയാണ്. പോട്ടെ, നമുക്ക് അച്ഛനൊരു ദിവസം കണ്ടെത്താട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിക്കുകയാണ് ഗൗരിനെ. പക്ഷേങ്കിൽ ഗൗരിക്ക് എന്നാലും സങ്കടം സഹിക്കാൻ പറ്റില്ല. ഗൗരി പൊട്ടിക്കരയാണ്. നിർമ്മലിന് മനസ്സിലായി അവളുടെ മനസ്സിനെ വേദന എത്രമാത്രം ആഴത്തിലുള്ളതാണ്. അവൾക്ക് എല്ലാത്തിനേക്കാളും വലുത് അവളുടെ അച്ഛനാണ്. അവൾക്ക് അച്ഛനും വേണം അമ്മയും വേണം, ആ ഒരു ചിന്ത. അതൊക്കെ ഉണ്ടായപ്പോൾ നിർമ്മലിന് സങ്കടമായിപ്പോയി. പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോയിട്ട് റെഡിയായി വരുമ്പോഴത്തേനും ലക്ഷ്മി അമ്മയുണ്ട്. എന്താ അമ്മേ എന്നെ വിളിപ്പിച്ചെന്താ? അമ്മയ്ക്ക് എന്തോ കാര്യം എന്നോട് പറയാണ്ടല്ലോ. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാണ്ടെന്ന് പറയണേ. എന്താ സംസാരിക്കാനുള്ളേ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ടേന്ന് ചോദിക്കാം. എന്റെ ജീവിതത്തിൽ സന്തോഷമോ? എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടല്ലോ അമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ മോനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം. അതെനിക്കറിയാം. ഞാൻ ആ സന്തോഷത്തെക്കുറിച്ച് മാത്രമല്ല, നിന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണത വേണ്ടെന്ന് ചോദിക്കുക. പൂർണ്ണതയോ? അമ്മ എന്താ ഉദ്ദേശിക്കണേ? അല്ലട മോനെ, നീയും പിങ്കിയും തമ്മില് ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കണേ. കല്യാണം കഴിഞ്ഞു എല്ലാവരുടെ മുന്നിലാ. പക്ഷേ എങ്കില് അതല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതം ഇതിനായിട്ടും ഉണ്ടായിട്ടില്ലോ. നിനക്ക് തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം വേണ്ടെന്ന് ചോദിക്കണം. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. എടാ മോനെ, നന്ദ മരിച്ചിട്ട് ഇത്ര നാളായി. ഇനി നീ അവളെ തന്നെ മനസ്സിലിട്ടുകൊണ്ട് പോയിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. അമ്മ എന്ത് പറഞ്ഞാലും എന്റെ മനസ്സിൽ നന്ദയും കുഞ്ഞു കാണുള്ളൂ എന്ന് പറയണം. അവൾ എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ലെന്ന് പറയാം. എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ നന്ദ കാരണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത്തിരി ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിനെ നമ്മൾ സ്നേഹിച്ച് കൊതി പോലും തീർന്നിട്ടില്ല. അതിനു മുമ്പേ നമ്മളൊന്ന് പറിച്ചെടുത്തോണ്ട് പോയതല്ലേ അവള്. എന്നിട്ടോ ആ കുഞ്ഞും അവളും തീർന്നു പോയില്ലേ. എനിക്ക് അവളോടാ ദേഷ്യം. എന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് പറയാണ്. നീ പിന്നെ എന്തിനാടാ ഇപ്പോഴും അവളെ തന്നെ മനസ്സിലിട്ടോണ്ട് നടക്കണേ? നിന്നെ ചതിച്ചിട്ട് പോയവളല്ലേ അവളെന്ന് ചോദിക്കുക. ഇത് കേട്ടതും
ഗൗതം ഇങ്ങനെ ആലോചിക്കുകയാണ്. നന്ദ അവസാനത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രംഗങ്ങളൊക്കെ പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഞാൻ തെറ്റുകാരനല്ലേ അമ്മേ? ശരിക്കും പറഞ്ഞ ഞാൻ അവളോട് പോകണ്ട, അല്ലെ ഇവിടെ നിന്ന് ഞാൻ ഒരിടത്തും വിടത്തില്ല എന്ന് പറഞ്ഞ അവളെ ബലമായിട്ട് ഇവിടെ നിർത്തുമായിരുന്നെങ്കിൽ അവള് പോകുമായിരുന്നോ? ഒരിക്കലും പോവില്ലായിരുന്നു. കുറ്റക്കാരൻ ഞാനും കൂടെയാ. ഞാൻ കാരണമാണ് നന്ദയുടെ ജീവൻ നശിച്ചേ. എനിക്ക് വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലമ്മേ. എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നന്ദയും കുഞ്ഞും മാത്രമായിരിക്കും എന്ന് പറയാ. ഗൗതം, നീ ഈ മനോലോകത്തിൽ നിന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിലേക്കൊന്ന് വാ. നിന്റെ മനസ്സിൽ വേറെ പഴയ കാര്യങ്ങളൊക്കെയാ. നന്ദ മരിച്ചുപോയി, അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പൊ നീ ഈ യുഗത്തിലാ ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പൊ നിന്റെ മനസ്സിൽ വേണ്ട പിങ്കിയും കുഞ്ഞും ഒക്കെയാ. പിങ്കിമോൾ എത്ര കാലമായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിനക്കത് അറിയാവുന്നതല്ലേ? അവള് കുഞ്ഞിന്റെ കാര്യം നോക്കുന്നു, നിന്റെ കാര്യം നോക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് ഇപ്പോഴും അവളെ സ്നേഹിക്കാനായിട്ട് പറ്റിയില്ല. എത്ര കാലം എന്ന് വെച്ചാൽ അവളിങ്ങനെ നോക്കി നിൽക്കുന്നേ, നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, എത്ര കാലം കാത്തിരുന്നാലും എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ലമ്മേ. എൻ്റെ മനസ്സിൽ നന്ദയും കുഞ്ഞും മാത്രമായിരിക്കും. അമ്മ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. അതിനെക്കുറിച്ചുള്ള ചോദ്യം പോലും എന്നോട് ചോദിക്കണ്ട. അതൊക്കെ അനാവശ്യമായ ചോദ്യങ്ങളാ എന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ പറഞ്ഞുകൊണ്ടൊന്നും ഇവനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. ഇനി എത്ര പറഞ്ഞു പറഞ്ഞാലും ഇവൻ മാറാൻ പോകുന്നില്ല. പിന്നീട് നിർമ്മല നന്ദയുടെ അടുത്തേക്ക് എല്ലുവാണ്. നന്ദയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ എത്ര കാലം എന്ന് വെച്ചാ നന്ദേച്ചി ഇങ്ങനെ അവളിന്ന് ഗൗതം സാറിനെ മറച്ചു വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, എത്ര കാലം എന്ന് വെച്ചാ അത് നിർമ്മല ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടെന്ന് അറിയാവോ? നിർമ്മല എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പറയട്ടെ അവളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം. അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടോട്ടെ. ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു കാണുന്നുള്ളൊരു വഴി എന്ന് പറയാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അവളുടെ സങ്കടം കണ്ടിപ്പം എനിക്ക് അവളുടെ അച്ഛനെ അവളെ കാണിക്കാനായിട്ട് തോന്നുന്നൊക്കെ പറയാണ്. നിർമ്മലെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ശാന്തിപുരത്ത് വെച്ച് ആദ്യം ഞാൻ എന്താ പറഞ്ഞ, ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ത്യപുരത്തിൽ ആരും അറിയില്ലെന്നല്ലേ? നിർമ്മല ആ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ ഒരു ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. നിർമ്മല പെട്ടുപോയി. നിർമ്മല എന്ത് മറുപടി പറഞ്ഞു നടത്തില്ല. നിർമ്മല പറഞ്ഞു, നന്ദേച്ചി ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. എനിക്ക് ഗൗരിമോളുടെ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ. അല്ലെങ്കിലും ഇത്രയും കാലമായില്ലെന്ന് ചോദിക്കുകയാണ്. ഈ സമയം നന്ദയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വരുവാണ്. താൻ അവസാനമായിട്ട് ഇറങ്ങിപ്പോന്നും എല്ലാം. പിന്നീട് നന്ദ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര നാളായി, എന്നിട്ട് ഇതുവരെയായിട്ട് എന്നെക്കുറിച്ച് ഗൗതം സാറൊന്ന് അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഞാൻ എവിടെയും ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അങ്ങനെയൊന്നും അന്വേഷിച്ചല്ലോ. ഒരു പോലീസ് ഓഫീസർ അല്ലേ, പുള്ളിക്കാരന് വേണമെങ്കിൽ അന്വേഷിക്കായിരുന്നല്ലോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നൊക്കെ. പക്ഷെ ഇന്ന് വരെ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇല്ലല്ലോ അങ്ങേർക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ പറയരുത്. ഒരു പക്ഷേങ്കിൽ നന്ദേച്ചി ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയിട്ടാണെങ്കിലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, ഗൗതം ഒരു പോലീസ് ഓഫീസർ അല്ലേ, ഗൗതത്തിന് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു കാരണവശാലും ഇല്ല. നമ്മളെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നെന്ന് പറയാം. പക്ഷെ ഇപ്പം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണേ. എന്താ കാര്യം? എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് എന്നിൽ നിന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, എന്നെക്കുറിച്ച് ഗൗതം സാർ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് ഗൗതം സാറിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറയണം. നന്ദേച്ചി എന്താ പറയണേ? അതെ, ഞാൻ ഗൗതത്തിനെ കുറിച്ച് അന്വേഷിച്ചു. ഇവിടെ വന്ന് കുറെ കാലത്തിന് ശേഷം, എനിക്ക് മോളുണ്ടായതിനു ശേഷം ഞാൻ അന്വേഷിച്ചു. പക്ഷെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ കാര്യം അത്ര നിസ്സാരമല്ല. പിങ്കിയുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം ഗൗതം നയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം. ഗൗതം സാറും പിങ്കിയും തമ്മിൽ ഒന്നിച്ചു. അവര് നല്ലൊരു കുടുംബജീവൻ നയിക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിർമ്മലെ എന്ന് ചോദിക്കുകയാണ്. നിർമ്മലിന്റെ തലയ്ക്ക് ഒരു നിമിഷം കൂടം കൊണ്ട് അടിയേറ്റാൻ അവസ്ഥയായിപ്പോയി. നിർമ്മല വെച്ച്, നന്ദേച്ചി എന്താ പറയണേ? സത്യമായിട്ടുള്ള കാര്യമാണ്. അതാ ഞാൻ എൻ്റെ മോളോട് വേറെ സത്യങ്ങളൊന്നും പറയാത്തെ. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കാണിക്കാന്നൊക്കെ. കാരണം എൻ്റെ മോള് അവളുടെ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ മോളെ എങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത് ഗൗതം സാറിനെ? അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു, സോറി നന്ദേച്ചി, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറയാണ്. എനിക്കറിയാം, പക്ഷെ അതുകൊണ്ടല്ലേ ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ച് പോവാതിരുന്നേ, അങ്ങോട്ടേക്ക് പോലും പോവാതിരുന്നേ. ഈ സത്യം എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുവാന്ന് പറയണം. കാരണം അത്രമാത്രം എൻ്റെ മനസ്സിനെ പൊള്ളിക്കുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാതെ ഞാൻ ഒലിച്ചുകൊണ്ടിരിക്കുവാന്നൊക്കെ പറയാണ്. നിർമ്മലിന് ഭയങ്കര വിഷമായി നന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് കഴിഞ്ഞപ്പോൾ. കാരണം കുഞ്ഞ് ചോദിച്ചാലും നന്ദയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഗൗതം സാർ വേറൊരു ജീവിതം ജീവിക്കുവാണല്ലോ. പിന്നീട് ഇന്ത്യവരത്തിൽ ലക്ഷ്മിയമ്മ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തിന് മഹേശ്വരൻ അങ്ങോട്ടേക്ക് വന്നു. മഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, കുഞ്ഞിനൂടെ കളിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഓർക്കും എനിക്ക് പ്രായം 10 വയസ്സ് കുറഞ്ഞെന്ന്. പക്ഷെ അവനിവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ മനസ്സ് ഭയങ്കര ആദിയാന്ന് പറയാണ്. ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുക. പക്ഷെ ഇതൊന്നും ലക്ഷ്മിയമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ചോദിച്ചു, ലക്ഷ്മി നീ ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കണേ? എത്ര സമയം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ?
എന്താ മഹിയേട്ടൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ ഇത്ര സമയം ഞാനിത് പറഞ്ഞതുപോലെ നീ കേട്ടില്ലല്ലേന്ന് ചോദിക്കുകയാണ്. എന്താ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയണം. എന്റെ മനസ്സ് നിറയും വേറെ പല പല ചിന്തകളാന്ന് പറയണം. എന്ത് ചിന്തകള്? അല്ല, ഗൗതത്തിനെ കുറിച്ചുള്ള ചിന്തകള്. ഗൗതത്തിനെ കുറിച്ച് നീ എന്തിനാ ഇനി ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കാം. ഉം. അത് മഹേശ്വരനായിട്ടും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനൊരു അമ്മയാണ്. അവന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അവനൊരു നല്ല ജീവിതം കിട്ടണം, അതല്ലേ എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? അവനൊരു ജീവിതം കിട്ടിയില്ലെന്ന് ചോദിക്കാം. എന്താ മഹിയേട്ട ഇങ്ങനെയൊക്കെ പറയണേ? ഒരു നല്ല ജീവിതമാണ് അവന് കിട്ടിയിരിക്കുന്നത്. മഹിയേട്ട സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കാനൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.